പഴയ ജില്ലയായിട്ടേ ഇതിൻ്റെ വീടിയുണ്ട്. മുളകോ? വാവ്, മുളക് എത്രയല്ലേ? നമ്മുടെ റബ്ബർ തോട്ടത്തിൽ എപ്പോഴും കാന്താരിയുടെ കളിയായിരിക്കുവേ. കാന്താരി ഇപ്പൊ നമുക്ക് ഓരോ തോട്ടവും എന്ത് മനോഹരമായിട്ടാ തോന്നുന്നല്ലേ അപ്പാ? അതൊക്കെ കുരുമുളക് വള്ളികൾ, അതിനിടയിലൂടെ ബീഡി വലിക്കുന്ന മനുഷ്യൻ അപ്പനാണ്. ഇതാണ് ഞങ്ങൾ എടുക്കുന്ന തോട്ടം. ഞങ്ങളുടെ തോട്ടമാണിത്. വേണ്ട, ഇന്നൊരു 10-200 മരം തെളിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ തെളിക്കേണ്ട പരിപാടി, സാധാരണ പ്ലാസ്റ്റിക് ഇട്ട മരങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് ആ മരങ്ങൾ എടുത്തു. അതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ വന്നിട്ട് ടാപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു 10-200 മരം പാറക്കൂട്ടങ്ങളും അതും ഇതൊക്കെ ആയിട്ട് ഇവിടെ തെളിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് തെളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഇപ്പം വൈകിട്ട് 5:30 അപ്പോൾ അതുകൊണ്ട് കയറി പോകാം എന്ന് വിചാരിക്കുന്നു. ഇനി കാട്ടിക്കൂടെ കളിച്ചുകൂടാം. ഇല്ല, പാതിരാത്രിക്ക് കാട്ടിലിറങ്ങുന്നത് നമുക്കൊക്കെ എന്ത്, ടാപ്പിങ്ങാർക്കൊക്കെ എന്ത് ഇതല്ലേ. പക്ഷെ ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ ആദ്യമായിട്ടാണ്. അപ്പം അതുകൊണ്ട് ഇന്നത്തെ പരിപാടി ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. ഇതാട്ടോ നമ്മളെടുക്കുന്ന തോട്ടമാണിത്. ഞാനും അപ്പനും എടുക്കുന്ന തോട്ടമാണിത്. ഇവിടെ ഒരു കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പണ്ട് ഒരാൾ കുഴിച്ച കിണറാണ്. അദ്ദേഹം മരണപ്പെട്ടു പോയി. ഇവിടെ ഒരു വീടിനോ എന്തോ കാര്യത്തിനൊക്കെയാണ്. പക്ഷെ ഇതൊരു 5-8-10 ഏക്കർ, 10 ഏക്കർ പോരാ അല്ലേ അപ്പാ? ഇത്രയും സ്ഥലങ്ങളുണ്ട്. ഇതുണ്ടോ, 10 ഏക്കർ പോരാ, അത്ര സ്ഥലങ്ങളുണ്ട്. നല്ല അടിപൊളി വെള്ളമാണ് അവിടെ. അപ്പോൾ ഇതാണ് നമ്മൾ ടാപ്പ് ചെയ്യുന്ന തോട്ടം. കണ്ടോ, പുതിയ പട്ടയൊക്കെ ഇട്ടെടുക്കുകയാണ്. കണ്ടോ, സൂപ്പർ പട്ടയൊക്കെ ഇട്ട് നല്ലോണം ഇട്ടിക്കുകയാണ്. ഇത് തോലില്ലാത്ത മരം കേട്ടോ, പക്ഷെ നല്ല പാലാണ്. തോലില്ലാത്ത മരം, നല്ല പാലാണ്. എങ്ങോട്ട് ബീഡിയും വലിച്ചിട്ട്? അപ്പം കയറിപ്പോവാണേ, പുറകെ ഞാനും. കത്തിയതല്ലേ 2 എണ്ണം കയ്യിൽ, 2 കത്തി പിടിച്ച മനുഷ്യൻ കയറിപ്പോകുന്നു. ദൂരെ സൂര്യൻ അസ്തമിക്കുകയാണ്. ഇരുളിൻ്റെ വഴികൾ. ലോകത്തിലുള്ള സകല ടാപ്പിങ്ങുകാരും ഇപ്പോൾ കത്തി തേക്കുന്നുണ്ടാവും. ഒരു 12 മണി 1 മണിയാകുമ്പോൾ ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്ന ടീമുകളായിരിക്കും. ഓക്കെ, വൈരി അല്ലേ? കറുത്തതല്ലേ അത്? അത് കുറേ ഉണ്ടായിരുന്നോ അപ്പാ? കുറേ ഉണ്ടായിരുന്നോ അപ്പാ? ഇതാ കൂടുതലുണ്ടല്ലേ? കൂടുതലാട്ടോ, കറുത്ത ഒട്ടുപാല്. ഞങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തി. അപ്പോൾ ഷീറ്റ് അടിച്ചിട്ടാണ് വന്നത്. ഷീറ്റ് അടിച്ച് വിരിച്ചിട്ടില്ല. ഇതിൻ്റെ മുതലാളിനെ വിളിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഷീറ്റ് വിരിച്ചില്ല. അഥവാ വരുവാണെങ്കിൽ ഷീറ്റ് എടുത്തുകൊണ്ട് പോക്കണം. അതല്ല, ഞങ്ങളുടെ ഇന്നത്തെ തെളിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തോട്ടം ഇതാണ്. ആയിരത്തി 200 മരമാണേ. അവിടെ നല്ല കുരുമുളകുകൾ കണ്ട, കുരുമുളക്.
പന്നി ശല്യം അത് ഇതൊക്കെയുള്ള തോട്ടമാണേ. അപ്പോൾ ഞങ്ങളിവിടെ ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു 4 മണി, ചിലപ്പം 3:45 ആ ടൈമിനൊക്കെ ഇറങ്ങുന്നത്. അപ്പോഴൊക്കെ ഇഷ്ടം പോലെ പന്നി ഉണ്ടാവും. ഇന്നലെ നല്ല പന്നിയായിരുന്നു. ഇവിടെയൊക്കെ കുത്തിക്കളച്ച് നാശകോശമാക്കിയിട്ടുണ്ട് പന്നി. കണ്ടോ, ഇതാണ് തോട്ടം. അങ്ങനെ ഇവിടെ നമ്മുടെ ഷെഡ് മിഷ്യൻ പുരയിലേക്ക് എത്താനായി കേട്ടോ. മിഷ്യൻ പുരയുടെ ഭാഗമാണ്. ഇവിടെ ഒരു വശത്ത് അടുപ്പ് കൂട്ടും, കഞ്ഞി വെക്കും. അടുത്ത് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ തന്നെയാണ് പരിപാടി. കഞ്ഞി വെക്കും. രാത്രിക്കത്തേക്കുള്ള ഇപ്പോൾ ഭക്ഷണം ശരിയാക്കണം. അതിനുശേഷം ഇവിടെ ഒരു തീ കൂട്ടും, ഒരു ക്യാമ്പ് ഫയർ പോലെ തീ കൂട്ടും. അതിനുശേഷം ഭക്ഷണം എടുത്തുകൊണ്ട് റൂമിൽ പോയിട്ട് കഴിക്കും. ഇവിടുന്ന് ഭക്ഷണം ഉണ്ടാക്കുക മാത്രമാണ്. ഓക്കെ, കണ്ടോ, ഇതാണ് ഞങ്ങളുടെ മിഷ്യൻ പുര. അങ്ങനെ ഞങ്ങൾ തീ കൂട്ടി കേട്ടോ. ഇങ്ങനെയാണ് ഞങ്ങളുടെ കാട് ജീവിതം. ആ പറഞ്ഞു. അതിനെ ഒഴിക്കല്ലപ്പാ, തീ എന്തിനാ ഒഴിക്കത്തില്ല? അങ്ങനെയാണോ? അരി കഴുകി വെളുത്തോ നോക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഇവിടെ കറണ്ടില്ലേ. അപ്പോൾ കാട്ടിക്കൂടെയാണ് പരിപാടി. അപ്പനാണ്ട് തീയുടെ ചോട്ടിലിരുന്നുകൊണ്ട് കഴിവാണോ? എന്നെ പിടിക്കുന്നുണ്ടോ? അപ്പനെ കിട്ടുന്നില്ല. ഇപ്പം കിട്ടുന്ന തീയാ ഫോക്കസ് ചെയ്ത് ക്യാമറ. തീ കിട്ടി. ക്യാമ്പ് ഫയർ ഒന്നുമല്ല, വെറുതെ ചുമ്മാ ഒരു തീ കിട്ടി. ചുമ്മാ എന്ന് പറഞ്ഞാൽ ഒരു ധൈര്യത്തിന്, കാട്ടിലാണല്ലോ, അതുകൊണ്ടാണേ. പിന്നെ ഇതാണ് ഞങ്ങളുടെ റബ്ബർ ടാപ്പിംഗ് ജീവിതം. ഇങ്ങനെയൊക്കെ ഉള്ളൂ. ഇപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഇത് വേണമെന്ന് ഞങ്ങളിതൊന്ന് കാണിച്ചു, ഞങ്ങൾക്കറിയാവുന്ന രീതിയിൽ ഞങ്ങൾ കാണിച്ചു വിട്ടു, അത്രമാത്രം. ഒന്നും വിചാരിക്കരുത്. വരും ദിവസങ്ങളിലും റബ്ബർ ടാപ്പിങ്ങിൻ്റെ ഞങ്ങൾ ചെയ്യുന്ന തൊഴിലിനെ പറ്റിയുള്ള ചില വീഡിയോസുകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കാണുക. ഈ പാവപ്പെട്ട 2 ആളുകളെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻറ്റുകളും പ്രതീക്ഷിക്കുന്നു. അഭിപ്രായങ്ങളും എല്ലാം അറിയിക്കുക. ഇനി നല്ലതെങ്കിൽ അറിയിക്കുക, മോശമാണെങ്കിൽ മോശമാണെന്ന് തന്നെ അറിയിക്കുക. എന്തൊക്കെ മാറ്റം വരുത്തണം എന്നുള്ളത് അറിയിക്കുക. ഞങ്ങൾക്കറിയാവുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തു, അത്രമാത്രം. അപ്പോൾ വീണ്ടും കാണാം അല്ലേ അപ്പാ? അപ്പോൾ നമുക്കിന്ന് വീഡിയോ നിർത്താം അല്ലേ? ഓക്കെ. അപ്പം അപ്പ ഞാൻ അവിടെ വിറക് ഒടിക്കുകയാണ്. ഇനി വിറക് വേണ്ടി വരുമോ അപ്പാ? അയ്യോ, എന്നെ ഇരുട്ടാ, നല്ല ഇരുട്ടായി. അപ്പോൾ ഇനി വേണമെന്ന് കുളിക്കണം, ആഹാരം കഴിക്കണം, കിടക്കണം, പിന്നെ അടുത്ത ദിവസത്തെ പണി. അപ്പോൾ എല്ലാവരോടും വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.